സോ ബ്ലൂ ലോക്ക് ചാപ്റ്റർ 299 റിലീസ് ആയതിനു ശേഷം നമ്മൾ ഈഗോ ചിമ്പാൻസി എത്ര സ്ട്രിക്റ്റ് ആണെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. അതിൻ്റെക്കാൾ ഒരു 100 ഇരട്ടിയാണ് ഈ പഹയൻ. കാരണം ഇവൻ വേൾഡ് കപ്പ് ടീമിലോട്ട് ക്വാളിഫൈ ആവാത്ത പ്ലെയേഴ്സിനോട് സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇവൻ എന്തൊരു അരഗന്റ് ആണെന്ന്. ഇതോടൊപ്പം നമുക്ക് വേറൊരു കാര്യം കൂടിയും കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസാഗിയും നാഗിയും പോളാർ ഓപ്പോസിറ്റ്, അതായത് രണ്ടുപേരും ലിറ്ററലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ലാസ്റ്റിൽ നാഗി റിയോയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം കേട്ട് റിയോ വീണ്ടും തകർന്നു പോകുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ചാപ്റ്ററിന്റെ തുടക്കം തന്നെ നമുക്ക് കാണിക്കുന്നത് ബഷീറയും ഓട്ടോയുടെ അവരുടെ വിക്ടറി, അതായത് അവർ അടിച്ച ഗോളും അവരുടെ വിക്ടറിയും അവർ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഇതോടൊപ്പം തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ഏരിയയിൽ കാണിക്കുന്നത് നാഗിയും റിയോയും കംപ്ലീറ്റ് ഡാർക്ക് അടിച്ചിരിക്കുന്നതാണ്. ആൻഡ് രണ്ടുപേരും മാച്ച് തോറ്റതിന് എല്ലാ ഡാർക്ക് അടിച്ചും ഷോക്കായിട്ട് ഇരിക്കുന്നത്. രണ്ടുപേരും ഷോക്കായിട്ടിരിക്കുന്നത് നാഗി അണ്ടർ-20 വേൾഡ് കപ്പ് ടീമിൽ ഇല്ല എന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ്. രണ്ടുപേരും ആദ്യം കരുതുന്നത് അതെ അവരുടെ രണ്ടുപേരുടെയും കളി മോശമാണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ റിയോ മേ ബി ടീമിൽ ഉണ്ടായിരിക്കില്ല, റിയോ വെളിയിൽ പോകുന്നതാണ്. പക്ഷെ ട്വിസ്റ്റ് ആയിട്ടോടെ വെളിയിൽ പോകുന്നത് നാഗിയാണ്. ആൻഡ് ഇവിടെ എന്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗി അതായത് ഈ മാച്ചിൽ അധികം കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്തില്ല, അധികം തെറ്റൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയും കഴിച്ചിലായി പോയിരുന്നു. പക്ഷെ നാഗി ഒരുപാട് തെറ്റുകൾ ചെയ്തു ഈ മാച്ചിൽ. മര്യാദക്കുള്ള ഒരു പാസ് പോലും ചെയ്തിട്ടില്ല. അവന് കൊടുക്കുന്ന എല്ലാ പാസുകളും ടീമിൽ വന്ന് എതിർ ടീമിൽ വന്നിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യായിരുന്നു. ഇനിയിപ്പോ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഗോൾ പോസ്റ്റിന് പന്ത് കിട്ടിയാലും അവിടുന്ന് ആരെങ്കിലൊക്കെ വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യും. ആൻഡ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും തെറ്റുകളും അവൻ ഒന്നുകൂടി ഒന്ന് ഈഗോ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവൻ എന്തായാലും ക്വാളിഫൈ ആകുമായിരുന്നു. ആൻഡ് ഇതിനു ശേഷം ഈഗോ വരും. ഈഗോ വന്നതിന് ശേഷം പുറത്തായ പ്ലേയേഴ്സിന്റെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് എടുത്ത് കാണിക്കും. ആൻഡ് ഇത് കാണിച്ചിട്ട് ചിമ്പാൻജി പറയും നാഗി ഔട്ടായിരിക്കുന്നെന്ന്. പക്ഷെ ഇവിടെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗി ഇത്രയും പോപ്പുലർ ആയതുകൊണ്ട് തന്നെ നാഗി ബ്ലൂ ലോക്ക് അതായത് അണ്ടർ-20 വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി വരും എന്നുള്ളൊരു സ്കോപ്പൊക്കെ ഉണ്ട്, ചാൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നാഗി ഇത്രയും പോപ്പുലർ ആണ്. നാഗിക്ക് അതായത് സെപ്പറേറ്റ് ആയിട്ട് ഒരു മാങ്കയും ഇറക്കിയിട്ടുണ്ട്, ഒരു പടവും ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞാൽ മതി. ആൻഡ് ഇതുപോലെ തന്നെ വേറൊരു മാങ്കയുണ്ട്, ആവശ്യമുണ്ട്, ഒരു ഫുട്ബോൾ ബേസ്ഡ് മാങ്കയാണ്. അപ്പൊ നിങ്ങൾ ഇത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും താഴെ പറഞ്ഞാൽ മതി, ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ആൻഡ് ഇപ്പൊ ബ്ലൂ ലോക്ക് ഇത്രയും പോപ്പുലർ ആയതുകൊണ്ടാണ് ഈ അവോഷിയൊക്കെ ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞാൽ മതി, ഞാൻ അതും എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇതല്ലാണ്ട് ഇനി വേറെ ഏതെങ്കിലും മാങ്ങക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും താഴെ പറയാം. സോ നമ്മൾ വീണ്ടും ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ചാപ്റ്ററിൽ പിന്നെ നമുക്ക് കാണിക്കുന്നത് നനാസയാണ്. നനാസയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാഗിയെ മുന്തള്ളിയും കൊണ്ട് 23rd പ്ലേസിൽ നിൽക്കല്ലേ, അതുകൊണ്ട് തന്നെ നനാസ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. കാരണം അവൻ തന്നെ ഒരു വിശ്വാസമില്ലായിരുന്നു നാഗിയെ തോൽപ്പിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് വരുന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. അതിനുശേഷം നമുക്ക് റായ്ച്ചീനെ കാണിക്കും. റായ്ച്ചി, ജയൻസു, കിയോറ ഇവരെല്ലാരും ബോർഡർ ലെവലിലായിരുന്നു, അതുകൊണ്ട് അവര് തന്നെ കുറച്ചൊന്ന് റിലീഫ് ആയിട്ടുണ്ട്. ആൻഡ് ഇതിനുശേഷം ടോക്കിമെറ്റ്സു എപ്പോഴും വറീഡായി നിൽക്കുന്ന ടോക്കിമെറ്റ്സിന് ഇനി ആജീവനാന്തകാലം വറീഡാവാം, കാരണം പുറത്തായിട്ടുണ്ട്. ആൻഡ് ഇതോടൊപ്പം വേറെയും പല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഡിസ്ക്വാളിഫൈ ആയ വേറെയും കുറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൽ ഏറ്റവും അവസാനം ഉണ്ടായിരുന്നതാണ് നമ്മുടെ ഇഗരാശി. ആൻഡ് ഇഗരാശി ഇത് കണ്ടിട്ട് കരയുന്നുണ്ട്. പക്ഷെ എനിക്കിവിടെ ഡൗട്ട് ഇതല്ല, ഇവരെല്ലാരും ഔട്ടായിട്ടുണ്ട്, പക്ഷെ ഇനി ഇവര് മുന്നോട്ട് അതായത് ജപ്പാന് വേണ്ടി കളിക്കാനേ പോകുന്നില്ലേ? കാരണം ഈഗോ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അനിമയുടെ ഒക്കെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഇതില് ഔട്ടാവുന്നവര് ഒരിക്കലും ജപ്പാന് വേണ്ടി കളിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ജപ്പാൻസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ക്ലബ്സിനൊക്കെ വേണ്ടി കളിക്കാം. ഇതിന് ശേഷം ഈഗോ ഒരു കാര്യം പറയാനായിട്ട് തുടങ്ങും. ഒരു കോച്ചും ഒരു പ്ലെയേഴ്സിനോടും പറയാൻ പാടില്ലാത്തെന്ന് ഞാൻ പറയില്ല, പക്ഷെ അങ്ങനെ ആരും പറയാറൊന്നുമില്ല ഒരു കോച്ചും. ജപ്പാൻസി ആദ്യം അനൗൺസ് ചെയ്യും ഇതാണ് ഫൈനൽ കൺക്ലൂഷൻ, അതായത് ഈ സാലറി ബേസ്ഡ് ആയിരിക്കും ടീം ഉണ്ടായിരിക്കുക. ആൻഡ് ആരൊക്കെയാണോ 23 പ്ലെയേഴ്സിൽ ഇല്ലാത്തത് അവരൊന്നും ഇനി ബ്ലൂ ലോക്കിൽ വേണ്ട, സോ ഫക്ക് ഓഫ് എന്ന് പറയും. ശരിക്കും പറഞ്ഞത് ലോക്ക് ഓഫ് എന്നാണ്, പക്ഷെ ചിമ്പാൻസി മീൻ ചെയ്തതെന്ന് ഫക്ക് ഓഫ് എന്ന് തന്നെയാണ്. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഇസാഗിയെ കാണിക്കുന്നുണ്ട്. ഇസാഗി ഷോക്കായിട്ട് ചിമ്പാൻസിയോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നാഗി ഇല്ലാത്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിമ്പാൻസി ഒന്ന് നിശബ്ദനായിട്ട് പിന്നെ പറയാൻ തുടങ്ങും. നാഗി ഒരുപാട് അൺകൺസിസ്റ്റന്റ് ആണ്, അതായത് അവൻ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നില്ല. പിന്നെ അവന്റെ സാലറി അവൻ നേടിയതിനനുസരിച്ചിട്ടാണ് ടീമിലോട്ട് വന്നിരിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. എപ്പോഴെങ്കിലും ഒന്ന് ഷൈൻ ആവും, എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ ഗോൾ അടിച്ചുകൊണ്ട് കാര്യമില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറയും. ഇപ്പൊ ഒരു പ്ലെയർ ഒരു കളിയിൽ നന്നായിട്ട് കളിച്ചു, ആ കളിയേക്കാളും ബെറ്റർ ആയിട്ട് വേണം അടുത്ത കളി കളിക്കാൻ, അല്ലാണ്ട് താഴത്തോട്ട് പോവല്ല. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്ലെയർ വാല്യുബിൾ പ്ലെയർ ആവുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, മെസ്സി റൊണാൾഡോ എടുത്ത് നോക്കും. മെസ്സി റൊണാൾഡോയെ പോലെ താരതമ്യം ചെയ്ത് ഒരുപാട് പ്ലെയേഴ്സ് വന്നതാണ്, പക്ഷെ അവരൊന്നും മെസ്സി റൊണാൾഡോയും പോലെ ആവാത്തത് അവർ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നു. അതായത് എപ്പോഴും മെസ്സി റൊണാൾഡോ എന്നുള്ള പേര് നമ്മൾ മാസ്റ്റർ 2 കേൾക്കും.
അതുകൊണ്ടാണ് അവരെപ്പോഴും ടോപ്പിൽ. അതുപോലെ ആയിരിക്കണം ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന് പറയും. ശരിക്കും ഇങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെ പറയാൻ ശ്രമിക്കും. ആൻഡ് ഇത് വെച്ചിട്ട് ഇസാഗി പറയും പക്ഷെ നാഗിക്ക് ടാലന്റ് ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ റിയോ കയറി വരും. റിയോ കയറി വന്നിട്ട് പറയും ഇന്നൊരു പ്രാവശ്യം കൂടി നടത്ത്, അവൻ എന്തായാലും വരും, മുന്നോട്ട് വരും എന്ന് പറയും റിയോ. ആൻഡ് റിയോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. റിയോ പറയും നാഗി ഒരുപാട് എബിലിറ്റീസ് ഉള്ള പ്ലെയർ ആണ്, അവൻ ബാസ്റ്റർ മുഷനെതിരെയായിട്ടൊരു ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, മിറക്കിൾ ഗോള്. അതുപോലെ ഒന്നും വേറെ ആർക്കും അടിക്കാൻ കഴിയില്ല. അങ്ങനെ റിയോ ഒരുപാട് പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും നാഗിയെ എങ്ങനെയും അവനെ ടീമിൽ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ 3-4 കളിയിൽ നിന്ന് തീരുമാനിച്ചിട്ട് നല്ലൊരു പ്ലെയറിനെ പുറത്തോട്ട് കളയുന്നത് ഒരിക്കലും സെൻസിബിൾ ആയിട്ടുള്ള കാര്യമില്ലാന്ന് ഇങ്ങനെ റിയോ വാദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് നാഗി ഇവിടെ ഒന്നും പറയാണ്ട് നാഗി ഭയങ്കര കൂളായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയായിരിക്കും. ആൻഡ് ഇതിനുശേഷം വീണ്ടും റിയോനെ കാണിക്കും. റിയോ ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യും എങ്ങനെയൊക്കെ അവനെ കൊണ്ടുവരാന്ന് അങ്ങനെ പറഞ്ഞ് വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചിമ്പാൻസി വന്നിട്ട് പറയും ഷട്ടപ്പ്, നിർത്തുന്ന പറയും. ഇതൊരു ഡേ കെയർ അല്ല, നീ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നോട് വന്നിട്ട് അയ്യോ മോനെ ഇനി അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാതെ ഒരു ഡേ കെയർ അല്ല. ഞാൻ നിങ്ങളോടൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ലബോറട്ടറി ആണ്. ഈ ലബോറട്ടറിയിൽ ടോപ്പ് പ്ലെയേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ. നീ ജീനിയസ് ടാലന്റ് ഇത് താങ്കാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീനിയസും ടാലന്റും ഒന്നുമില്ല. നാഗി ഓൾറെഡി അവന്റെ ടാലന്റ് എല്ലാം അവനിപ്പോ പോയിക്കണ്, ഇപ്പൊ ഒന്നുമില്ല. അങ്ങനെ ഇത് കേട്ടിട്ട് റിയോ വീണ്ടും ഷോക്കായി നിൽക്കുന്നു. അവന്റെ ടാലന്റ് അവന് ടാലന്റ് എന്നുണ്ട് വിശ്വസിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ടാലന്റ് ഒരു ഇതാണ്, അത് അവൻ തന്നെ എബിലിറ്റി വളർത്തിയെടുത്ത് അവൻ പ്രൂവ് ചെയ്യണം. ആൻഡ് ടാലന്റ് ഉണ്ടെങ്കിൽ പോലും അവന്റെ ടാലന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സറൗണ്ടിങ്സ് മാറ്റി കൊടുക്കാം. സറൗണ്ടിങ്സ്, മെന്റൽ സ്റ്റേറ്റ്, എൻവയോൺമെന്റ്, ഇതെല്ലാം അവന് നമുക്ക് ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ ഒരാളുടെ ടാലന്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. ഇത് ഇമ്പ്രൂവ് ആവണമെന്ന് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഈ ടാലന്റ് നശിച്ചും പോവാം. ആൻഡ് ഇപ്പൊ നീ ആലോചിക്കുന്നുണ്ടാവും ടാലന്റ് ഇല്ലാണ്ടാണോ അവൻ അങ്ങനെ ഒരു ഗോൾ അടിച്ചതെന്ന്. അങ്ങനെ ഒരു ഗോൾ അടിച്ചത് ടാലന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ആ ടാലന്റ് നീ എൻവയോൺമെന്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യണം. ആ ഗോള് നിനക്ക് നെക്സ്റ്റ് മാച്ചിലും അടിക്കാൻ പറ്റണം, അല്ലാന്നിട്ടുണ്ടെങ്കിൽ അതിൽ യൂസ് ഇല്ല. പക്ഷെ ഇവിടെ നടന്നത് നേരെ തിരിച്ചാണ്. എത്ര നല്ല ഗോൾ അടിച്ചോ ആദ്യം അവിടെ നേരെ താഴത്തോട്ട് വന്നു. ഇപ്പൊ നീ ഇസാഗി എടുത്ത് നോക്ക്. ഇസാഗി ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്തത് ആലോചിക്കുന്നത് ഇനി എങ്ങനെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ടോ ഒരു ഗോൾ അടിക്കാന്നാണ്. ആൻഡ് ഇവിടെ നാഗിയുടെ ആകെ ഉണ്ടായിരുന്ന ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസാഗിയെ എങ്ങനെയും ബീറ്റ് ചെയ്തിട്ട് ഇസാഗിയേക്കാളും നന്നായിട്ട് കളിക്കണമെന്ന്. ആൻഡ് ആ ഗോളിലൂടെ ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി വന്നു കഴിഞ്ഞിട്ട് ഇവന് ആൾക്കാർ ഒരുപാട് പ്രൈസ് ചെയ്തായിരുന്നു. അപ്പോൾ അവനൊരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവൻ ഇസാഗിയേക്കാളും നന്നായിട്ടൊരു ഗോൾ അടിച്ചു, ഇപ്പൊ ഇസാഗിയേക്കാളും ടോപ്പിലാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഈ മൊത്തത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ അവൻ ബിലീവ് ചെയ്തു. അവൻ ഇസാഗിയെ ഇപ്പൊ ബീറ്റ് ചെയ്തു, ഡിഫീറ്റ് ചെയ്തുള്ള കാര്യം. ആൻഡ് ഇതിനുശേഷം ഈ ചിമ്പാൻസി വീണ്ടും പറയുന്നുണ്ട്, അതായത് ഒരു പ്ലെയറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹോപ്പല്ല, ഡിസ്പയർ അല്ല, ഈവൻ ഫിയർ പോലും അല്ല. അവന് ഏറ്റവും കൂടുതൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് നീ എപ്പോഴാണോ സാറ്റിസ്ഫൈഡ് ആവുന്നത് അപ്പൊ നീ തീർന്നു. നീ സാറ്റിസ്ഫൈഡ് ആവാനേ പാടില്ല. കാരണം നീ ഒരു വട്ടം സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മുന്നോട്ട് എന്ത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കത്തില്ല. അതാണ് ഇപ്പൊ നാഗിയുടെ കാര്യത്തോടെ സംഭവിച്ചത്. നാഗിക്ക് എവിടെയാണ് ഇപ്പൊ ഒരു ഗോൾ ഉള്ളത്, ഉള്ളിലൊരു ഫയർ ഉള്ളത്? നാഗിക്ക് എവിടെയാണ് ഇപ്പൊ ഒരു മോട്ടിവേഷൻ ഉള്ളത്? ഇങ്ങനെ ഒന്നുമില്ലാത്തൊരു പ്ലെയർ എങ്ങനെയാണ് പിന്നെ ഡിസ്റ്റിൽ ഉണ്ടാവുക? ആൻഡ് ഇവിടെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാഗി ഇപ്പോഴും ഇസാഗിയെ പോലും വെട്ടിച്ചിട്ടില്ല, ഇസാഗിയെ പോലും ബീറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഗോള് മാത്രം അവനേക്കാളും ബെറ്ററായി അടിച്ചെന്ന് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. അതോടുകൂടി അവൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ കൊണ്ട് കാര്യമില്ല. ആൻഡ് ഇതോടുകൂടി ഈഗോ നിർത്തുന്നില്ല, ഈഗോ വീണ്ടും തുടരുകയാണ്. ഈഗോ പിന്നെ പറയും ഇപ്പോൾ അവൻ ആ ഒരു ഗോളിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പോലും അവന്റെ ടാലന്റ് അതായത് നശിക്കുന്നുണ്ടായിരുന്നില്ല. ടാലന്റ് അപ്പോഴും അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അവന്റെ ടാലന്റ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചത് റിയോയുടെ കൂടെ ടീമപ്പ് ആയപ്പോഴായിരുന്നു. കാരണം ഇങ്ങനെ ടീമപ്പ് ആയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നായിക്ക് എപ്പോഴോ മനസ്സിലായിരുന്നു അവൻ എത്ര വീക്കർ ആണെന്ന്. അവൻ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്തായിരുന്നു. ആൻഡ് ഇത് കേട്ടതോടുകൂടി റിയോ ഭയങ്കരമായിട്ട് അലറി കരയാൻ തുടങ്ങും. കാരണം അപ്പൊ അവന് റിയലൈസ് ആയിട്ടുണ്ടാവും ഈഗോ പറയുന്നതെല്ലാം ശരിയാണെന്ന്. ആൻഡ് ഇങ്ങനെ ഈഗോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ റിയോ ഇങ്ങനെ നിർത്തി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും കേൾക്കാണ്ട് ഈഗോ പിന്നെ പറയും ഷട്ട് അപ്പ്, ദിസ് ഈസ് ബ്ലൂ ലോക്ക് എന്ന് പറയും. ആൻഡ് ഐ ഓൺലി നീഡ് ക്രേസി ബാസ്റ്റേർഡ്സ് ഹു വോണ്ട് ബി സാറ്റിസ്ഫൈഡ് അണ്ടിൽ ദേ ആർ ദ വേൾഡ്സ് ബെസ്റ്റ്. ആരാണോ വേൾഡ് ബെസ്റ്റ് ആവണേന് മുന്നേ സാറ്റിസ്ഫൈഡ് ആയത് അയാൾക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല. സോ ഗോ ഹോം സേഷിറോ നാഗി എന്ന് പറയും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈ വെച്ച് ഇങ്ങനെ ഒരു ആക്ഷൻ എല്ലാം കാണിക്കും, വീട്ടിൽ പൊക്കാന്നുള്ളൊരു ആക്ഷൻ. ആൻഡ് ഇത് കേട്ടിട്ട് റിയോ വീണ്ടും കരയാൻ തുടങ്ങും. ആൻഡ് റിയോ കരയാൻ തുടങ്ങുമ്പോൾ നാഗി നിർത്തും. നാഗി നിർത്തിയിട്ട് പറയും റിയോ ഐ എന്ന് പറയും. ആൻഡ് ഈ ഐ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഐ ആം സോറി എന്നായിരിക്കും പറയാ. കാരണം അതായത് അവന്റെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. എന്താ പറയാന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുക, അടുത്ത ചാപ്റ്ററിൽ കാണാം. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. 1K ആവാറായി. നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ചാപ്റ്റർ ഇറങ്ങിയിട്ട് കാണാം. ബൈ.